മേപ്പാടി ആശുപത്രിയിലെ കാഴ്ചയിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 20 മൃതദേഹങ്ങൾ ഇതിനകം തന്നെ മേപ്പാടിയിൽ എത്തിച്ചു. മരണസംഖ്യ 41 ഉയരുന്നു എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ച. നമുക്കൊപ്പം വി എസ് രഞ്ജിത്ത് കൂടി ചേരുന്നുണ്ട്. വി എസ് രഞ്ജിത്ത്, മേപ്പാടിയിൽ മാത്രം 20 മൃതദേഹങ്ങൾ എന്നാണോ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കേണ്ടത്? ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുന്നവർ വീടുകളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ജീവനുള്ള ശരീരം പരുതുന്നവർക്ക് കിട്ടുന്നത് പലപ്പോഴും ചേതനയേറ്റ ശരീരങ്ങളാണ്. മണിക്കൂറുകൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്നവരെയും കാത്തുനിന്ന മനുഷ്യർ. പക്ഷേ വെല്ലുവിളികൾ അതിജീവിച്ച് രക്ഷാപ്രവർത്തകർ എത്തുമ്പോഴേക്കും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു വരുന്ന കാഴ്ച, രക്ഷാപ്രവർത്തകർ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടിപ്പോകുന്ന കാഴ്ച, ഇതൊക്കെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. എന്താണ് നമുക്ക് മേപ്പാടി ആശുപത്രിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്? വി എസ് രഞ്ജിത്ത്. പിന്നെ വിംസ് ആശുപത്രിയിലേക്ക് മറ്റ് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ എത്തിച്ചിട്ടുള്ള മൃതദേഹങ്ങൾ കിടത്താൻ പോലുള്ള സ്ഥലമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ഭാഗത്ത് ഈ മൃതദേഹങ്ങൾ കുടിപ്പിച്ച് അത് മറ്റൊരു ഭാഗത്തേക്ക് സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും തിരിച്ചറിയാൻ പറ്റാത്ത മൃതദേഹങ്ങൾ പോലും ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് ഇവിടുത്തെ രക്ഷാപ്രവർത്തകരും അറിയാൻ സാധിക്കുന്നത്. നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും എല്ലാം ഇവിടെ ഈ ഒരു മൃതദേഹങ്ങൾ മാറ്റുന്ന പ്രവർത്തനത്തിലൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് മൃതദേഹങ്ങൾ അതിന്റെ മറ്റൊരു ഭാഗത്തേക്ക് കിടത്താനുള്ള ശ്രമം നടക്കുന്നു. ഇവിടെ ഒരു ടാർപ്പായ വലിച്ചു കെട്ടി അവിടെ കിടത്താനുള്ള ശ്രമമുണ്ട്. കാരണം ഈ ഭാഗത്ത് കുട്ടികൾ ഈ മൃതദേഹങ്ങൾ കിടത്താനുള്ള സൗകര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് അതിനുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു മൃതദേഹങ്ങൾ മാറ്റുന്ന പ്രവർത്തനത്തിലൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് മൃതദേഹങ്ങൾ കുളിപ്പിച്ച് അതിന്റെ മറ്റൊരു ഭാഗത്തേക്ക് കിടത്താനുള്ള ശ്രമം നടക്കുന്നു. ഇവിടെ ഒരു ടാർപ്പായ വലിച്ചു കെട്ടി അവിടെ കിടത്താനുള്ള ശ്രമമുണ്ട്. കാരണം ഈ ഭാഗത്ത് കുട്ടികൾ ഈ മൃതദേഹങ്ങൾ കിടത്താനുള്ള സൗകര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് അതിനുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഈ പരിക്കേറ്റ ആളുകളും ചിലരൊക്കെ ഇവിടേക്ക് ചികിത്സ എത്തുന്നുണ്ട്. ചെറിയ തോതിൽ പരിക്കേറ്റവർ മാത്രമാണ് ഈ ഒരു പഞ്ചായത്ത് ഹെൽത്ത് സെന്റർ ആയതുകൊണ്ട് ഇവിടേക്ക് ചികിത്സയ്ക്ക് എത്തുന്നത്. മറ്റുള്ളവരെല്ലാം തന്നെ വിംസ് ആശുപത്രിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിംസ് ആശുപത്രിയിൽ ചില മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 21 മൃതദേഹങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ ആംബുലൻസുകളും മറ്റും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ആംബുലൻസുകളിൽ മൃതദേഹങ്ങളും അതുപോലെ തന്നെ ഈ പരിക്കേറ്റവരും ഒക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇങ്ങോട്ട് ഈ പറയുന്ന ഫാമിലി ഹെൽത്ത് സെന്ററിലേക്ക് എത്തുന്നുണ്ട്. ഇതിന് തൊട്ടപ്പുറത്ത് വിംസ് ആശുപത്രിയുണ്ട്. ഈ ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഏതായാലും ഇവിടെ ഇപ്പോൾ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കാണുന്ന ദൃശ്യങ്ങൾ അതീവ ദുഃഖകരമാണ്. കാരണം ഇവിടേക്ക് കൊണ്ടുവരുന്ന മുഴുവൻ ചേതനയേറ്റ ശരീരങ്ങളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കൊണ്ടുവരുന്ന സ്ട്രെച്ചറും മറ്റും വൃത്തിയാക്കി കൂടുതൽ ആളുകൾക്ക് ഇവിടെ കിടത്താനുള്ള സൗകര്യം ഒരുക്കുന്നു. മറ്റ് തൊട്ടടുത്ത സ്കൂളിൽ നിന്ന് ബെഞ്ചുകൾ കൊണ്ടുവന്ന് നിരത്തുന്നുണ്ട്. അതും മൃതദേഹങ്ങൾ കിടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഏതായാലും മൃതദേഹങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്നത് ഒരു ഭാഗത്ത് വിംസ് ആശുപത്രിയിലേക്കും മറ്റൊരു ഭാഗത്ത് പഞ്ചായത്ത് ഹെൽത്ത് സെന്ററിലേക്കുമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പഞ്ചായത്ത് ഹെൽത്ത് സെന്ററിൽ മൃതദേഹങ്ങൾ കിടത്തുന്നതിനുള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നത്. മറുഭാഗത്ത് മൃതദേഹങ്ങൾ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിപ്പോൾ ഈ പറയുന്ന ടാർപ്പായ വിരിച്ചിട്ടുള്ള ഈ ഭാഗത്തായിരിക്കും മൃതദേഹങ്ങൾ കിടത്തുക. പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടേക്ക് കൂടുതൽ മൃതദേഹങ്ങൾ കൊണ്ടുവരും. ഇവരുടെ ബന്ധുക്കൾ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ഇവിടെയുണ്ട്. രക്ഷാപ്രവർത്തകരാണ് കൂടുതലും. ഈ രക്ഷാപ്രവർത്തകർ മുഴുവൻ ഇപ്പോൾ വ്യാപൃതമായിരിക്കുന്നത് ഈ മൃതദേഹങ്ങൾ കുളിപ്പിക്കുന്നതിലും ഇവയെ മാറ്റിക്കിടത്തുന്നതിലുമാണ്. ചിലരെങ്കിലും ഇവിടെ ചികിത്സയ്ക്ക് എത്തിയവരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ചികിത്സയ്ക്ക് എത്തിയ ആളുകൾ ഒരു ഭാഗത്ത് ചികിത്സ തേടുന്നു. കൂടുതൽ ഡോക്ടർമാർ ഇങ്ങോട്ടേക്ക് എത്തും എന്ന് അറിയേണ്ടത്. തൊട്ടടുത്ത പഞ്ചായത്ത് ഹെൽത്ത് സെന്ററിൽ നിന്നുള്ള ഡോക്ടർമാരെയൊക്കെ ഇങ്ങോട്ട് എത്തിച്ച് ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. പക്ഷേ ഇതൊരു സാധാരണ പഞ്ചായത്ത് ഹെൽത്ത് സെന്റർ മാത്രമായതുകൊണ്ട് ഇവിടെ കൂടുതൽ സൗകര്യങ്ങളില്ല. ഇപ്പോൾ മൃതദേഹങ്ങൾ മാത്രമായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് വി എസ് രഞ്ജിത്ത്. 41 മരണമാണ് ഇതുവരെയും സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴും മരണസംഖ്യ ഉയരുന്നു എന്നതാണ് നമുക്ക് ഫീൽഡിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകൾ. നമുക്കൊപ്പം ദീപക് മോഹനുണ്ട്, സാനിയോ മനോമിയുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. ഓരോ നിമിഷവും ഈ വീടുകളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ജീവനുള്ള മനുഷ്യരെ തിരയുന്ന ദൗത്യസംഘത്തിന് കിട്ടുന്നത് ചേതനയേറ്റ മനുഷ്യരുടെ ശരീരങ്ങളാണ്. അവിടെ നിന്നും അടുത്ത വെല്ലുവിളി നിറഞ്ഞ പ്രദേശമാണ് മുണ്ടക്കൈ ഭാഗത്തേക്ക് ഇനിയും രക്ഷാദൗത്യത്തിന് പൂർണ്ണമായിട്ടും എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ദൗത്യസംഘം അവിടെ വലിയ പാറക്കെട്ടുകളും വലിയ ചെളിയും ഒക്കെ ഉള്ള പ്രദേശത്തേക്കാണ് നിൽക്കുന്നത്. ആർമിയുടെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എത്തുമെന്നുള്ള വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തുന്നു.
പ്രേക്ഷകർക്ക് ഇനി നമ്മൾ മണ്ണിൽ പുതഞ്ഞിരിക്കുന്ന മനുഷ്യനെ റിപ്പോർട്ടർ ടിവിയിലൂടെ പുറം ലോകത്തെത്തിച്ച് നമ്മൾ ആ മണ്ണിൽ പുതഞ്ഞ മനുഷ്യനുണ്ട്, ആ മനുഷ്യനെ പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മണിക്കൂറുകളായി ഒരു മനുഷ്യൻ ആ ചെളിയിൽ പുതഞ്ഞിരിക്കുകയായിരുന്നു. ഈ വിഷയം റിപ്പോർട്ടർ ടിവിയിൽ വിളിച്ചറിയിക്കുന്നത് അവിടുത്തെ പഞ്ചായത്ത് അംഗം രാഘവനാണ്. അതിനുശേഷം നമ്മൾ ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ മണിക്കൂറുകളായി കഴിഞ്ഞ 5 മണി മുതൽ ഏകദേശം 10-11 മണി വരെ 6 മണിക്കൂർ ചെളിയിൽ പൂർണ്ണമായിട്ടും പൊണ്ടുനിന്ന മനുഷ്യനാണ്. ആ മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള അവസാനവട്ട ശ്രമം നടത്തുന്നു. ഇപ്പോൾ ദീപക് മോഹൻ ഉണ്ട്. ദീപക് മോഹൻ, നമുക്ക് ആ മനുഷ്യന്റെ അടുത്തേക്ക് എത്താൻ സാധിച്ചോ? ഒരു ഭാഗത്ത് പ്രേക്ഷകർ അരുൺകുമാർ, നിലവിൽ ആ ഭാഗത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഈ വലിയ കുത്തൊഴുക്കുണ്ട്. ഈ കുത്തൊഴുക്കിനെ മറികടന്ന് പുഴയ്ക്ക് അപ്പുറത്തേക്ക് എത്തിച്ചേരുക എന്നുള്ളത് വലിയ ഒരു പ്രതിസന്ധിയാണ്. കാരണം വലിയ പാറക്കല്ലുകളുണ്ട്, ചളി ഒരാൾ പൊക്കത്തിൽ തന്നെ അവിടെ അടിഞ്ഞു കൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ NDRF വടം കെട്ടി ഒരു പൈപ്പ് ഉപയോഗിച്ച് ആ ഭാഗത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾ അല്പനേരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ തൊട്ടിപ്പുറത്തു കൂടിയ വലിയ ഒരു മലയിലൂടെ കയറി ഇറങ്ങി ഈ മുണ്ടക്കൈ സ്കൂളിന് സമീപത്തെത്തി. മുണ്ടക്കൈ സ്കൂളിന് സമീപത്ത് നിന്ന് ഈ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ആളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഭാഗത്തേക്ക് വലിയ ഒഴുക്കുള്ളതും ഈ മഴയുടെ പ്രശ്നവും എല്ലാം തന്നെ ഈ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദീപക്, ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ സംഭവ സ്ഥലത്ത്? ആ ദൃശ്യങ്ങളിൽ വീണ്ടും ആകാശം മേഘാവൃതമായതായി കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും മഴ പെയ്യുകയാണോ? ഇപ്പോൾ അല്പം മഴ മാറി നിൽക്കുന്നുണ്ട്. നിമിഷങ്ങളായി അല്പം മഴ മാറി നിൽക്കുന്നു. പക്ഷേ എന്നാലും മഴ പൊഴിയുന്നുണ്ട്. അല്പം മുമ്പ് കനത്ത മഴ തന്നെയായിരുന്നു. അത് തന്നെയാണ് വലിയ തീർച്ചയായിട്ടും ദീപക്, ഞാൻ ദൃശ്യങ്ങളിലേക്ക് കൂടി വരാം. നമ്മുടെ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് ഒരു ഭാഗത്ത് മേപ്പാടിയിലെ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഒരു ഭാഗത്ത് മേപ്പാടി ആശുപത്രി, മിംസ് ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കാണുന്നു. അവിടെയും വരിയായിട്ട് മൃതദേഹങ്ങൾ അടുക്കി കിടക്കുന്ന കാഴ്ച കാണുന്നു. ഹൃദയഭേദകമായ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് പ്രിയപ്പെട്ടവരെ വയനാട്ടിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 1:30 ആദ്യം ചൂരൽമലയിലെ സ്കൂളിൻ്റെ ഭാഗത്ത് ഒരു ഉരുൾപൊട്ടലുണ്ടാവുന്നു. അതിനുശേഷം 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും തൊട്ടുമുകളിൽ മുണ്ടക്കൈ ഭാഗത്ത് ഒരു ഉരുൾപൊട്ടലുണ്ടാവുന്നു. വീണ്ടും ഒരു ഉരുൾപൊട്ടൽ 4 മണിക്കുണ്ടാവുന്നു. 3 ഉരുൾപൊട്ടലുകളിലൂടെ ചൂരൽമലയും മുണ്ടക്കൈയും പൂർണ്ണമായും തകർന്നടിയുന്ന അവസ്ഥയാണ് പ്രേക്ഷകർ കണ്ടത്. മുണ്ടക്കൈയുടെ ഭാഗത്ത്, മദ്രസയുടെ ഭാഗത്ത് ഇപ്പോഴും 180ഓളം വിദ്യാർത്ഥികൾ 180ഓളം മനുഷ്യർ കുടുങ്ങിക്കിടപ്പുണ്ട്. ഒപ്പം ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തുണ്ട്. മിംസ് ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരുപാട് മൃതദേഹങ്ങൾ അവിടെ കൊണ്ടുവരുന്നു. ഇപ്പോഴും രക്ഷാപ്രവർത്തകർ വിവിധ കോണുകളിൽ നിന്ന് എത്തിക്കുന്ന മൃതദേഹങ്ങൾ ഇങ്ങനെ നിരനിരയായി കിടത്തുന്ന കാഴ്ച. പുത്തുമലയ്ക്കും കവളപ്പാറയ്ക്കുമൊക്കെ അപ്പുറം വലിയ വ്യാപ്തിയുള്ള ഒരു ദുരന്തത്തിനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. കേരളം ഒറ്റക്കെട്ടായി ഈ ദുരന്തത്തെ നേരിടാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കാൻ വേണ്ടി സർക്കാർ തലത്തിലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് MLA യുടെ തലത്തിലും ജില്ലാ അതോറിറ്റിയുടെ തലത്തിൽ നിന്നുമൊക്കെ കൂട്ടായ ശ്രമങ്ങൾ ഉണ്ടാവുന്നു.